നമ്മൾ വീണ്ടും തെരച്ചിൽ നടക്കുന്ന മേഖലയിലേക്ക് പോകുന്നു. അരുൺ പൂപ്പറമ്പ ഇപ്പോൾ തത്സമയം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് പുരോഗതിയുണ്ടോ? ഈ രാത്രിയിൽ തെരച്ചിൽ നടക്കില്ല എന്ന തരത്തിൽ കൂടി ഇപ്പോൾ വാർത്തകൾ വരുന്നുണ്ടല്ലോ അരുൺ. ഉന്മേഷ്, രാത്രിയിൽ തെരച്ചിൽ നടക്കുന്നതിനുള്ള പ്രായോഗികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രതികൂലമായിട്ടുള്ള സാഹചര്യമുണ്ട്. നിലവിൽ മണ്ണ് നീക്കം ചെയ്ത് ഇപ്പോൾ സിഗ്നൽ നമുക്ക് ലഭിച്ചിരുന്ന ആ ഇടത്ത് നിന്നും ആ മണ്ണ് ഏകദേശം തന്നെ പൂർണ്ണമായും തന്നെ നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷേ ലോറിയുടെ ഒരു സാന്നിധ്യവും കണ്ടെത്തിയിട്ടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ കുന്നിനോട് ചേർന്ന ഒരു പോയിന്റിലേക്കാണ് പിന്നീട് മണ്ണ് നീക്കം ചെയ്യേണ്ടത്. അത് രാത്രി നീക്കം ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെയാണ് നിലവിൽ ഇവിടുന്നും ലഭിക്കുന്ന വിവരം. കാരണം അതിനോട് ചേർന്ന ഭാഗം മണ്ണിടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ മണ്ണ് വന്ന് കൂടി നിൽക്കുന്നത് നീക്കം ചെയ്യാൻ ശ്രമിച്ചാൽ മുകളിൽ നിന്ന് വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകും എന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. കനത്ത മഴയിൽ ഒരു മാറ്റമില്ല. മഴ ഇവിടെ ഈ തുടരുന്നുമുണ്ട്. മുകളിൽ നിന്ന് കുത്തിയൊലിച്ച് സ്വാഭാവികമായും അത്തരമൊരു തെരച്ചിൽ റിസ്ക് ആണ് എന്ന കാര്യമാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ അവർ ഈ തെരച്ചിൽ നിർത്തിയിട്ടില്ല. മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള തെരച്ചിൽ തന്നെയാണ് ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. സമാന്തരമായി നേവിയും സൈന്യം നിലവിൽ ഈ അതായത് ഈ സിഗ്നൽ ലഭിച്ച പോയിന്റിൽ എത്തിയിട്ടുള്ള തെരച്ചിലിൽ സൈന്യം ഇറങ്ങിയിട്ടില്ല. നിലവിൽ നടക്കുന്ന ഈ തെരച്ചിൽ തന്നെയാണ് പ്രായോഗികമാവുക എന്നതാണ് അവർ കരുതുന്നത്. ഈ പുഴയിൽ നേവിയുടെ സംഘം വിവിധയിടങ്ങളിലായി പുഴയുടെ വശങ്ങളിൽ നേവിയുടെ സംഘം അവർ തെരച്ചിൽ നടത്തുന്നുണ്ട്, സമാന്തരമായി തെരച്ചിൽ നടത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് നിലവിൽ ഈ മണ്ണ് നീക്കം ചെയ്തുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനവും നടക്കുന്നത്. അപ്പോഴും നമുക്ക് എന്തെങ്കിലും പോസിറ്റീവായി നൽകാൻ പറ്റുന്ന ഒരു വിവരവും നിലവിൽ ലഭിക്കുന്നില്ല. ഏകദേശം പൂർണ്ണമായും തന്നെ ആ സിഗ്നൽ ലഭിച്ചിരുന്ന പോയിന്റിൽ ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും അവിടെ കുറച്ചുകൂടി ഭാഗം എടുക്കാനുണ്ട് എന്നതാണ് രഞ്ജിത്ത് ഉൾപ്പെടെ അല്പസമയം മുമ്പ് പ്രതികരിച്ചത്. സ്വാഭാവികമായും അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നിലവിൽ ഈ രക്ഷാദൗത്യം നിലവിൽ തുടരുകയാണ്. മണ്ണ് നീക്കം ചെയ്യുന്നു. ചളി പൂർണ്ണമായും എടുത്ത് JCBയിൽ കോരി ഈ ലോറികളിൽ, വലിയ ലോറികളിൽ എടുത്ത് ഡംപ് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സിഗ്നൽ ലഭിച്ചിടത്തുനിന്നും ഒരു തരത്തിലുള്ള സാന്നിധ്യവും കണ്ടെത്തിയിട്ടില്ല. ലോറിയുടെ ഒരു സാന്നിധ്യവും കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രതീക്ഷക്ക് വിഭിന്നമായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ ഒരു പക്ഷെ നമ്മൾ ഏറെ പ്രതീക്ഷിച്ചിരുന്നത് ഈ സിഗ്നലിന്റെ ഒരു സാന്നിധ്യമാണ്. ആ സിഗ്നൽ ലഭിച്ചിടത്തു നിന്നും ആ മണ്ണ് നീക്കം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സൈന്യമെത്തി അവിടെ കുറച്ചും കൂടി അവരുടെ രീതിയിൽ ഒരു തെരച്ചിൽ നടത്തിയാൽ ഈ ലോറി കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷ പങ്കുവച്ചിരുന്നു. നിലവിൽ അർജുന്റെ കുടുംബം ഉൾപ്പെടെ രാവിലെ ആ രീതിയിലുള്ള പ്രതീക്ഷയാണ് പങ്കുവച്ചത്. രാവിലെ മുതൽ തന്നെ ഇവർ ഈ മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിരുന്നു. രാവിലെ ഇതിന് തൊട്ട് അരികിലുള്ള ഈ ഓരത്തുള്ള മണ്ണാണ് നീക്കം ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ അത് കുറെ മുകളിലോട്ട് പോയി ആ സിഗ്നൽ ലഭിച്ചിരുന്ന സ്ഥലത്ത് നിന്നും മണ്ണ് നീക്കം ചെയ്ത് ഏകദേശം അവർ പൂർണ്ണമായിട്ടുണ്ട്. അതിനപ്പുറത്തോട്ട് പിന്നെ ഉള്ളത് ഈ കുന്നിനോട് ചേർന്ന് മൺകൂനയാണ്. അത് എടുക്കുക, ആ മണ്ണ് പൂർണ്ണമായി എടുക്കുക എന്നുള്ളത് നിലവിൽ പ്രായോഗികമല്ല എന്ന ഒരു പ്രതികരണമാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. എന്തായാലും അതുകൊണ്ടായിരിക്കണം സൈന്യം ഉൾപ്പെടെ നിലവിൽ ഇവിടെ തെരച്ചിലിന് ഇറങ്ങാത്തൊരു സാഹചര്യം ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഈ മണ്ണ് നീക്കം ചെയ്തുള്ള ഈ രക്ഷാപ്രവർത്തനത്തിൽ തന്നെ ഇത് ഏകദേശം ഒരു ക്ലാരിറ്റി വരും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ നമുക്ക് വ്യക്തമാക്കാൻ കഴിയും. നേരത്തെ രക്ഷാപ്രവർത്തനത്തിൽ ആകെ ഏർപ്പെട്ട അല്ലെങ്കിൽ ഇവിടെ നേരത്തെ നിരീക്ഷിച്ചിരുന്ന അർജുന്റെ ബന്ധുക്കൾ ഉൾപ്പെടെ ആ രീതിയിലുള്ള ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. അവർക്ക് പ്രതീക്ഷ കൂടുതൽ ഇല്ലാതാവുകയാണ്. അതായത് മണ്ണ് നീക്കം ചെയ്ത് ഇതിനോട് അടുത്ത് എത്തുമ്പോൾ പോലും നിലവിൽ എന്തെങ്കിലും ഒരു ലോറിയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ അപ്പോൾ തന്നെ രഞ്ജിത്ത് ഉൾപ്പെടെ ഇനിയും പ്രതീക്ഷക്ക് വകയുണ്ട്. ഈ മണ്ണിനടിയിൽ തന്നെയാണ് സാധ്യത. അതും കഴിഞ്ഞ് ഈ റോഡും ഈ മൺകൂനക്കൊപ്പം ലോറി ഈ പുഴയിൽ പതിക്കുക എന്നുള്ളത് സാധ്യമല്ല എന്ന തരത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിലൊക്കെ ഏറെ പരിചയ സമ്പത്തുള്ള രഞ്ജിത്ത് ഉൾപ്പെടെ പറയുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് പ്രതീക്ഷക്ക് വക നൽകുന്ന എന്തെങ്കിലും ഒരു വിവരം ഇവിടുന്ന് നിലവിൽ പങ്കുവെക്കാൻ കഴിയുന്നില്ല. ഇപ്പോഴും ഈ മണ്ണെടുത്തുകൊണ്ടുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ ഇരുട്ട് ആകുമ്പോൾ ഈ തെരച്ചിൽ ഇവിടെ നിർത്തിവെക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഉന്മേഷ്.
അരുൺ, ഇപ്പോൾ സൈന്യമടക്കം എത്തിയിട്ടുണ്ടല്ലോ, കുടുംബമടക്കം ആവശ്യപ്പെട്ടതായിരുന്നു സൈന്യം എത്തണം. അങ്ങനെ ബലഗാവിൽ നിന്നുള്ള 40-അംഗ സൈന്യമെത്തി. ഈ മണ്ണ് നീക്കം ചെയ്യാതെ സൈന്യത്തിനും ഇപ്പോൾ കാര്യമായ ഒരു ഇടപെടലോടെ നടത്താൻ കഴിയുന്നില്ല എന്നാണോ? ആ സൈന്യം എത്തി അവർ ഒരു പ്രാഥമികമായിട്ടുള്ള പരിശോധന നടത്തി. NDRFന്റെ സംഘവുമായി അവർ ആശയവിനിമയം നടത്തി. അപ്പോൾ അവർ പങ്കുവച്ച വിവരം എന്നുള്ളത്, അതായത് NDRF സംഘം ഉൾപ്പെടെ പങ്കുവച്ച വിവരം, നിലവിൽ ഈ മണ്ണ് നീക്കം ചെയ്തുള്ള രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ അത് നീക്കം ചെയ്താൽ തന്നെ ഇതിലൊരു ക്ലാരിറ്റി ഉണ്ടാകും എന്ന തരത്തിലാണ് അവർ ഈ പ്രതീക്ഷ പങ്കുവച്ചത്. അപ്പോൾ സൈന്യം പിന്നീട് ഈ ഇവിടെ തെരച്ചിൽ നടത്താൻ, അതായത് ഈ ലൊക്കേഷൻ ലഭിച്ചിരുന്ന, അതായത് ഈ സിഗ്നൽ ലഭിച്ചിരുന്ന പോയിന്റിൽ അവർ പിന്നീട് തെരച്ചിൽ നടത്തിയില്ല. അവർ പ്രാഥമിക പരിശോധന നടത്തി. ഈ ഗംഗാവലി പുഴയുടെ ഒരു വശത്താണ് അവർ ഇപ്പോൾ ക്യാമ്പ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് ഈ കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. നേരിട്ട് ഈ നിലവിൽ ഈ അപകടം നടന്ന സ്ഥലത്തെത്തി അവർ ഈ തെരച്ചിൽ ഇതുവരെ സൈന്യം ഏർപ്പെട്ടിട്ടില്ല. നിലവിൽ അത്തരമൊരു നിർദ്ദേശമായിരിക്കും അവർക്ക് ലഭിച്ചിട്ടുണ്ടാവുക. നിലവിൽ ഈ മണ്ണ് നീക്കം ചെയ്താൽ തന്നെ ഇതിലൊരു വ്യക്തത വരും എന്ന അവർക്ക് വിവരം ലഭിച്ചിട്ടുണ്ടാകും. അല്ലെങ്കിൽ അത്തരമൊരു വിവരമായിരിക്കാം NDRF ഉൾപ്പെടെ ഇവിടുത്തെ നേരത്തെ ദൗത്യ സംഘം ഉൾപ്പെടെ കൈമാറിയിട്ടുണ്ടാവുക. ഈ പുഴയിൽ നടക്കുന്ന തെരച്ചിലും ആ രീതിയിലേക്കുള്ള തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കുകയാണ്. നിലവിൽ ഇവിടെ റവന്യൂ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ സന്ദർശിച്ചു. അതോടൊപ്പം ഈ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടവരോട് അവർ ആശയവിനിമയം നടത്തി. അതിനുശേഷം അവർ പ്രതികരിച്ചത് ഇനിയിപ്പോൾ ഈ തെരച്ചിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുക പുഴയിലായിരിക്കാം എന്നാണ്. കാരണം നിലവിൽ സിഗ്നൽ ലഭിച്ച ഈ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് നിന്നും ഈ ലോറി കണ്ടെത്താനായിട്ടില്ല. മണ്ണ് ഏകദേശം തന്നെ പൂർണ്ണമായി തുടരുക അരുൺ. ഇപ്പോൾ